ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി സ്വീറ്റാണ്. അത് പപ്പായ ലഡുവാണ്. പപ്പായ അല്ലെങ്കിൽ കപ്പയ്ക്കെന്നും പറയാം, നമ്മളിവിടെ പപ്പായ എന്ന് പറയാം. നമുക്ക് അത് തൊലി കളഞ്ഞ് ചെത്തി മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പൊട്ടുകടല കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 50 ഗ്രാം പൊട്ടുകടല അല്ലെങ്കിൽ പൊരിക്കടല. അത് നമ്മളെ മിക്സറിലൊക്കെ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനമാണ് ചമ്മന്തി അരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അത് ഞാൻ മിക്സിയിൽ പൊടിച്ചു വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 5 ഏലക്കയും 3 ഗ്രാമ്പും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കിസ്മിസും നട്ട്സും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂപ്പിച്ച് കോരിയതിന് ശേഷം ആ നെയ്യിൽ തന്നെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന കപ്പയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് വെള്ളം വറ്റുന്നത് വരെ നന്നായി വഴറ്റാം. വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്ക് നമുക്കതിൽ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അതിൻ്റെ ഒന്ന് ഈർപ്പം വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ വലിയ പീസസ് ആയിട്ട് കിടക്കും. പൊടിക്കുമ്പോഴത്തേക്ക് കുഞ്ഞായി കിട്ടും. അതും കൂടി ഇതിനകത്ത് ചേർത്ത് ഒന്നും കൂടി വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. എല്ലാ കൂട്ടും കൂടി നന്നായിട്ട് ഈർപ്പം വറ്റി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പൊട്ടുകടല കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ എല്ലാ വെള്ളവും വറ്റി നമുക്കത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകം വരെ ഇളക്കണം. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന കിസ്മിസും നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 സ്പൂണ് നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. അതെന്തിനെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉരുട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നമ്മളിത് വെള്ളം ഒന്നും തൊടാൻ പാടില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറു ചൂടോടെ ഉരുട്ടിയെടുക്കണം. ഇല്ല തണുത്തു പോയാൽ അത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. അങ്ങനെ എല്ലാ ഉണ്ടകളും നമുക്ക് ഉരുട്ടിയെടുക്കാം. വളരെ സ്വാദിഷ്ടമായ പപ്പായ ലഡു നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. എല്ലാവരുടെ വീട്ടിലും പപ്പായ കാണും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി ഇതുപോലുള്ള സിമ്പിൾ വീഡിയോകളുമായി നമുക്ക് കാണാം. ബായ്.